സൂപ്പർ പ്രിന്റേയും അവസാന ഘട്ടത്തിലേക്ക് ശ്രീ ജോർജ് കുര്യൻ. ഇപ്പം നാളെ മന്ത്രിസഭാ യോഗം ചേരുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഒരു പിടിവാശിയുടെ ഒരു പ്രശ്നമുണ്ട് ഈ കാര്യത്തിൽ. ആ മുഖ്യമന്ത്രിയെ ധിക്കരിച്ചുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ CPI മന്ത്രിമാർക്ക് കഴിയുമെന്ന് കരുതുന്നുണ്ടോ? നാളെയും ഇതുപോലെ തന്നെ മന്ത്രിസഭാ യോഗം ചേരുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു, അതൊരു വാർത്താക്കുറിപ്പായി ഇറങ്ങും, അതിൽ ലോ അക്കാദമി ഇടം നേടാൻ ഇടയില്ല എന്ന് തന്നെയല്ലേ കരുതേണ്ടത്? അല്ല, മുഖ്യമന്ത്രി ജനങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കുന്നത് അധികം ദിവസങ്ങൾക്കുള്ളിൽ കാണാൻ സാധിക്കും. കാരണം ഒരു ഭരണാധികാരിക്കും ജനങ്ങളുടെ ശക്തിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ഇപ്പോൾ തന്നെ SFI, അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടി, SFIയിലെ എത്ര പ്രവർത്തകരാണ് ഞങ്ങളെ വിളിക്കുന്നത്? മിക്കവാറും കോളേജുകളിൽ നിന്ന് വിളിക്കുന്നു, നിങ്ങൾ ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം SFIയിൽ വിശ്വാസമില്ല. ഈ വിജിൻ തന്നെ ഈ ലക്ഷ്മി നായർ രാജിവെക്കണം, രാജിവെക്കാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന് പറയുന്നതിൻ്റെ വീഡിയോ ഉണ്ടല്ലോ. SFI രാജിവെക്കണമെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം വെച്ചാൽ കാര്യമില്ല എന്ന് പറയുമെന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് മനസ്സിലായി. എല്ലാ ദിവസവും അവർ ചോദിക്കുകയാണ് രാജിവെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പാടില്ല എന്ന്. രാജിവെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വന്നാൽ സമൂഹം നോക്കി നിൽക്കില്ല. അതേ സമയത്ത് നിയമപരമല്ലാതെ പുറത്താക്കിയാൽ കോടതി തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ സമൂഹത്തിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതാണ് ഈ SFIക്കാരുടെ കള്ളക്കളി. ഞങ്ങൾ ഉറപ്പ് തരുന്നുവെന്ന്. നിങ്ങളുടെ ഉറപ്പ് ആർക്ക് വേണം? വിദ്യാർത്ഥികൾ നിങ്ങളെ വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. അതായത് കോടതിയിലൂടെ ലക്ഷ്മി നായരെ തിരിച്ചു കൊണ്ടുവരാനാണ് SFIക്കാർ ശ്രമിക്കുന്നത്. രാജിവെച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ കോടതി അവർക്ക് സംരക്ഷണം കൊടുക്കില്ല. ജനങ്ങളിളകും, വിദ്യാർത്ഥികളിളകും, അവർക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. SFIക്കാർ കോടതിയുടെ നിയമത്തിൻ്റെ പരിരക്ഷയോടുകൂടി ലക്ഷ്മി നായർ തിരിച്ചു വരുന്നത് കണ്ടിട്ട് ചിരിക്കണം. ഇതാണ് വഞ്ചന എന്ന് പറയുന്നത്. വേറൊരു കാര്യം വേണു ശ്രദ്ധിക്കണം. ഒരു BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP വാവ, അദ്ദേഹം കേരളത്തിലെ ഒരു SC വിഭാഗത്തിൻ്റെ നേതാവാണ്, KPMSൻ്റെ സംസ്ഥാന ട്രഷററാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയിരിക്കുന്നു. ഒരു 100-ലേറെ BJP പ്രവർത്തകർക്ക് പരിക്കേറ്റിരിക്കുന്നു. 50 പേര് ജയിലിലാണ്. ഇപ്പോഴ് അബ്ദുൾ ജബ്ബാറിൻ്റെ ജീവൻ പോയിരിക്കുന്നു. വിജിൻ ഒരക്ഷരം പറഞ്ഞില്ലല്ലോ. അബ്ദുൾ ജബ്ബാറിനെ കൊന്നതാരാണ്? നിങ്ങളുടെ പോലീസല്ലേ? സത്യത്തിൽ SFI തന്നെയല്ലേ? ഈ വഞ്ചന കാണിച്ച് SFI ആണ് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പിണറായി വിജയന് നാളെയും ഇതുപോലെ തന്നെ ഇരിക്കുവാൻ സാധിക്കില്ല. പിണറായി വിജയന് മുട്ടുമടക്കേണ്ടി വരും. ജനങ്ങളുടെ ശക്തിക്ക് മുമ്പിൽ, വിദ്യാർത്ഥികളുടെ ശക്തിക്ക് മുമ്പിൽ വിദ്യാർത്ഥി സമരം തോറ്റ ചരിത്രമില്ല. അതിവിടെ ആവർത്തിക്കുവാൻ പോവുകയാണ്. ശരി, എനിക്കിനി ചുരുക്കം വാക്കുകളിൽ ജോയിലേക്കും വിജിനിലേക്കും പോകണം. ജോയി, ഇവിടെ നാളെ ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ ഇത് അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്കുണ്ടോ? കാരണം അതിന് തടയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം CPMനെയും പിണറായിയെയും സംബന്ധിച്ച് ഇത് BJPയുടെ വിജയമാകും അന്തിമമായി എന്നാണ്. മാത്രമല്ല SFIയെ സമ്പൂർണ്ണമായി റദ്ദാക്കുന്നതാകും അത്. അങ്ങനെ ഒരു സമീപനം സർക്കാർ അതുകൊണ്ട് അതിവേഗം എടുക്കുമെന്ന് കരുതാമോ? തീർച്ചയായും ഞാനതിലേക്ക് വരാം. അതിനു മുമ്പ് വിജിൻ പറഞ്ഞ ഒരു കാര്യം ഈ ചർച്ചയിലൂടെ എല്ലാവർക്കും വ്യക്തമായി SFIയുടെ പൊള്ളത്തരം. കാരണം പ്രിൻസിപ്പളിനെ മാറ്റാൻ അധികാരമില്ല സർക്കാരിനും സർവകലാശാലയ്ക്കും എന്ന് പറയുന്നവർ തന്നെ പറയുകയാണ്. ഈ പ്രിൻസിപ്പാളിന് പകരം പുതിയ യോഗ്യനായ പ്രിൻസിപ്പാളെ നിയമിക്കണമെന്ന് നിർദ്ദേശം സിൻഡിക്കേറ്റും വിദ്യാഭ്യാസ മന്ത്രിയും കൊടുക്കുകയാണ്. അതിലൂടെ തന്നെ വളരെ വ്യക്തമായ പൊള്ളത്തരം പ്രകടമാണ്. പിന്നെ നാളത്തെ മന്ത്രിസഭ ഒരു സംശയം വേണ്ട. അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, CPIയെ പോലും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, VS അച്യുതാനന്ദനെ പോലും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. വിദ്യാർത്ഥി പക്ഷ നിലപാടാണ്. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷികളുടെ വിജയമല്ല. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നാളെ മന്ത്രിസഭയിൽ ഒരു തീരുമാനമുണ്ടായാൽ അത് വിദ്യാർത്ഥികളുടെ വിജയമാണ്. അക്കാദമിയിൽ ആരംഭിച്ചിരിക്കുന്ന ഇതൊരു കടുകുമണി എറിയുന്നത് പോലെയാണ്. ഇത് കേരളത്തിലെ മുഴുവൻ സ്വാശ്രയ കോളേജുകളിലേക്കും വ്യാപിക്കും. വിദ്യാർത്ഥി പീഡനങ്ങൾക്കെതിരെ ഒരു കൊടുങ്കാറ്റുണ്ടാവും. അതിനെതിരെ ഈ സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇപ്പോഴും പ്രതീക്ഷയില്ല. കാരണം ഈ ഗവൺമെന്റ് സ്വാശ്രയ മുതലാളിമാരുടെ ഒരു ഉൽപ്പന്നമാണ്. സ്വാശ്രയ മുതലാളിമാരുടെ കോഴ വാങ്ങി അധികാരത്തിൽ വിജിൻ, കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. ഇവിടെ ഒരു നിയമവാഴ്ച നിലനിൽക്കണം എങ്കിൽ സമരങ്ങൾ അത് അക്രമത്തിലേക്ക് നീങ്ങുന്നു, ആത്മാഹൂതിയിലേക്ക് നീങ്ങുന്നു, കുഴഞ്ഞു മരണത്തിലേക്ക് നീങ്ങുന്നു. അതിനെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയല്ല വേണ്ടത് എന്ന ഉത്തരവാദിത്ത ബോധം നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പ്രതിഫലിക്കേണ്ടതല്ലേ? ഇവിടെ അതിന് മുന്നേ ഒരു കാര്യം, ശ്രീ ജോർജ് കുര്യൻ ആയാലും ശ്രീ VS ജോയ് ആയാലും എന്തിനാണ് SFI ഇങ്ങനെ കടന്നാക്രമിക്കുന്നത് മനസ്സിലായില്ല. ഇവിടെ SFI എന്തിനാണ് എല്ലാവരും ഇങ്ങനെ കടന്നാക്രമിക്കുന്നത്? ഞങ്ങൾ ആരുടെ സമരത്തിൽ കടക്കാൻ വന്നിട്ടില്ല. നിങ്ങൾ സമരം ചെയ്തോ?
നിങ്ങളുടെ മുദ്രാവാക്യം നിങ്ങൾ വിജയിപ്പിക്കേണ്ടത് നിങ്ങളുടെ സംഘടന ഉത്തരവാദിത്തമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായ സമയത്ത് വിജയം കിട്ടിയപ്പോൾ ഞങ്ങൾ അവസാനിപ്പിച്ചു. നിങ്ങൾ ആരെയും ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചിട്ടില്ലല്ലോ. നിങ്ങൾക്കെതിരെ അസഹിഷ്ണുത ഞങ്ങളോട്, ഞങ്ങളുടെ സമരം വിജയിച്ചു എന്ന് നിങ്ങൾ തന്നെ അസഹിഷ്ണുതയിലൂടെ പൊതുസമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അതിന് മറുപടി പറയാനുള്ളത്. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഇതിൽ മറുപടിയിൽ ഈ സമരത്തിന്റെ മുദ്രാവാക്യം അത് ഇനി ന്യായമായി വരുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഈ സമരം വിജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ സമരം വിജയിപ്പിച്ച പ്രസ്ഥാനമായിട്ടാണ് SFI കാണുന്നത്. അതുകൊണ്ട് SFI ആ രീതിയിൽ വിജയിച്ചതിന്റെ പേരിലാണ് SFIയോട് എല്ലാവർക്കും അസഹിഷ്ണുത. ഈ ചർച്ചയിൽ SFIയെ കടന്നാക്രമിക്കാൻ ശ്രീ ജോർജ് കുര്യനായാലും ശ്രീ VS ജോയ് ആയാലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ തെളിവ് SFI സമരം വിജയിച്ചു എന്ന് തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. ശരി, വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.